കുട്ടികളിലെ വൈറൽ ഫീവർ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുണെ സംസാരിക്കും. Family Doctor, supported by VPS Lakeshore. കുട്ടികളിൽ നമ്മൾ സാധാരണ കാണുന്ന പനി ഏറ്റവും സാധാരണ വരുന്നത് വൈറൽ ഫീവറുകൾ തന്നെയാണ്. സാധാരണ രീതിയിൽ വൈറൽ ഫീവറുകൾ വലിയ പ്രോബ്ലംസ് ഇല്ലാതെ മാറാറാണ് കാണാറ്. ഒരു ഹെൽത്തി ഒരു കുട്ടിയാണെങ്കിൽ സാധാരണ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വരെയൊക്കെ വൈറൽ ഫീവേഴ്സ് കാണാറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ജനറൽ കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിൽ ആഹാരമൊക്കെ കഴിക്കുന്നു, പനി വരുമ്പോൾ ചെറിയൊരു ക്ഷീണം വരുന്നു, പാരസെറ്റമോൾ കൊടുക്കുന്നു, പനി മാറുമ്പോൾ ഒക്കെ ആക്റ്റീവ് ആകുന്നുവെങ്കിൽ നമുക്കൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. അതേസമയം കുട്ടികളുടെ ജനറൽ കണ്ടീഷൻ മോശമാകുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും പനി മാറാതെ നിൽക്കുവാണെങ്കിലോ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളും കൂടെ വരുവാണെങ്കിൽ, പനി മാത്രമല്ല ചുമയോ ഛർദിലോ ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലും കൂടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ്. ആദ്യം നമ്മൾ പാരസെറ്റമോൾ തന്നെയുള്ളൂ. വൈറൽ ഫീവറുകൾ ഒരു 90% പനികളും വൈറൽ ഫീവർ തന്നെയാണ്. പനിയുടെ മരുന്ന് കൊണ്ട് മാത്രം മാറേണ്ടതേ ഉള്ളൂ. അത് ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാ പനികൾക്കും ആവശ്യമില്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ഒന്നുള്ളൂ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളെ പറ്റി നോക്കുന്നു. അല്ലെങ്കിൽ വൈറൽ ഫീവർ വെറും പാരസെറ്റമോളും അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ആഹാരം, വെള്ളം, റെസ്റ്റ്, ഛർദിലുണ്ടെങ്കിൽ ഛർദിലിൻ്റെ മരുന്ന്, ചുമയുണ്ട് ചെറിയ ചുമയുടെ മരുന്ന് കൊടുത്ത് സപ്പോർട്ടീവായിട്ട് മാനേജ് ചെയ്യേണ്ടതേ ഉള്ളൂ. അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആഹാരവും വെള്ളവും റെസ്റ്റുമാണ്. Family Doctor, supported by VPS Lakeshore.